ഈ ഷോസ് ആർക്കും ചെയ്യാന്നുള്ള സിസ്റ്റം വരാനുള്ള കാരണം ഞാൻ പറയില്ലേ, അസോസിയേഷനില്ലാത്ത ഒന്നേറെ എക്സ്പീരിയൻസ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, രണ്ട് ഇതിന് മുമ്പ് ചെയ്ത വർക്കിൽ അവരെന്തെങ്കിലും കൊടുത്തേക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുമാണ്. ഇനി ഇതിപ്പോൾ 2025 ലോകം തന്നെ മാറി തുടങ്ങി. അതായത് എല്ലാവരും അപ്ഡേഷനാണ്. നമ്മൾ മാത്രമേ ഈ സത്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ ഫാഷൻ ഇൻഡസ്ട്രി മാത്രമേ അപ്ഡേഷൻ ആവത്തുള്ളൂ. ചിലപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് നാളെ തന്നെ എതിർക്കാൻ ആൾക്കാർ വരും. പക്ഷെ എതിർക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ 100% ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് പല ആൾക്കാർക്കും ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ കണ്ടതും ഞാൻ ഈ ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് ഫാമിലീസ് വീണ്ടും ഒരു അതർ ഓപ്ഷന് നോക്കാണ്ട് നിൽക്കുന്നതിന് കാരണം അവർക്ക് ഇത് പറയാനൊരു സ്ഥലമില്ല. അതല്ലേ ഇത് ആരുടെ പറയും, ഈ ഒരു 3 ആൾക്കാരിൽ ഒതുങ്ങി പോവാണ്. അങ്ങനത്തെ ഒരു അസോസിയേഷൻ വരുന്നതോട് കൂടിയിട്ട് ഇതിനൊക്കെ ഒരു സിസ്റ്റം വരും. ഞാൻ പറയില്ല, ഇപ്പോൾ മെയിനായിട്ടുള്ളൊരു വിഷയം 2 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. മോഡലിംഗ് കമ്പനീസ് ഉണ്ട്, മോഡലിംഗ് ഏജൻസീസ് ഉണ്ട്. കേരളത്തിലെ മെയിൻ പ്രശ്നം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറയുന്നത് ഒരു 1 year ബാക്കറ്റോ ഒരു റിപ്പോർട്ടർ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഡ്രഗ്സ് ഇഷ്യൂസ് വന്ന സമയത്ത് നമ്മളൊരു മോഡലിംഗ് ഏജൻസിക്കെതിരെ നമ്മൾ സംസാരിച്ചു. അതിന് പകരം അന്നൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ടേബിളിൻ്റെ മുകളിൽ ആട്ടുമുട്ടി ഇരുന്നിട്ട് തീർക്കേണ്ട പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ആ ഇൻ്റർവ്യൂ കണ്ട ആൾക്കാർ അവർക്ക് കൺഫ്യൂഷൻ ആവുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ കേട്ടാ പോകണ്ടേ, ഞങ്ങൾ ആരാ, അങ്ങനെ ഒരു സിസ്റ്റം വരികയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഇതുപോലത്തെ ഒരു അസോസിയേഷൻ വന്നു കഴിഞ്ഞാൽ നല്ലതോ. ഞാൻ എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല ഈ കാര്യം സംസാരിച്ചത്. അല്ല, അസോസിയേഷൻ എന്ന് പറയുന്നത് ആരുടെയും പേഴ്സണൽ ബെനിഫിറ്റ് അല്ലല്ലോ. അവിടെ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഫഷൻ, ഈ ഒരു എന്താ പറയണ്ട, ഈ ഒരു ഇൻഡസ്ട്രി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇതിലുള്ള ഓരോരാളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇതിലൊരു അസോസിയേഷൻ ഉണ്ടാക്കാന്ന് പറയുന്നതും ഈ ഇൻഡസ്ട്രിയിലുള്ള ഭാഗമായിട്ടുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അതിലിപ്പോൾ ആർക്കും ഒരു പേഴ്സണൽ ഗെയിൻ ഒന്നുമില്ല ഉണ്ടെങ്കിൽ എല്ലാവർക്കും. കാരണം അതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞിട്ടെ, അസോസിയേഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ പുറത്തുള്ള ബാംഗ്ലൂർ ആയിക്കോട്ടെ, ബോംബെ ആയിക്കോട്ടെ, അവിടെയൊക്കെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്, മോഡലിംഗ് ഏജൻസി. അവർക്ക് ഒരുപാട് ബ്രാൻഡുകളായിട്ട് കണക്ഷൻ ടൈപ്പ് അങ്ങനെ കൊടുക്കാൻ പറ്റും. കേരളത്തിൽ അതുമില്ല. ഉണ്ട് കുറേ ഉണ്ട്. പക്ഷെ എനിക്കറിയില്ല കൂടുതലായിട്ടും. ഞാൻ റൺവേ മോഡൽസിൻ്റെ കൂടാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ്. പക്ഷേ ഇവരെയൊന്നും ഞാൻ വേറെ എവിടെയും കാണുന്നില്ല. വല്ലപ്പോഴും മന്ത്ലി നടക്കുന്ന ഷോസിൽ വാക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ജൂഡിൻ്റെ ഷോയിലായിക്കോട്ടെ, ബേബി, ഇവരെ രണ്ടാളും മോഡൽസ് ഭയങ്കര പൊട്ടൻഷ്യലോടെ ഇവരെ ഷോയിൽ വാക്ക് ചെയ്യുക എന്നുള്ളതാണ് മോഡൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീമും കൂടിയാണ്. തീർച്ചയായിട്ടും. കാരണം അതൊരു സംഭവമാണ്, എനിക്കറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഷോയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ബ്രാൻഡുകളിലോട്ട് എത്തുന്നില്ല. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞുതരാം. ബ്രാൻഡുകൾക്ക് അറിയൂല ഇവിടുത്തെ മോഡൽസ് ആരാണെന്ന്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ബ്രാൻഡ് ഏതെങ്കിലും, ഇപ്പം ഞാൻ ഇപ്പോൾ നാളെയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പനിയിൽ പോകാന്ന് കൂട്ടി, അപ്പം ഞാൻ അവർക്ക് കൊടുക്കുകയാണ് ഇന്നത്ര എമൗണ്ടിന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഇന്ന മോഡൽസാണ്. അവർക്ക് ഓക്കെ അത് മോഡലാന്ന് വിചാരിച്ചിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഒരു അസോസിയേഷൻ ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മൾ വേണമെങ്കിൽ ഒരു സിസ്റ്റം കൂടി കൊണ്ടുവരാം. ഈ അസോസിയേഷനിൽ ശരിക്കും അംഗത്വം എടുക്കണം കേട്ടോ. അസോസിയേഷൻ മാത്രം പോരാ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. കേരളത്തിലെ മോഡൽസിന് അതിലൊരു അംഗത്വം കൊടുക്കണം. കാരണം മോഡൽസ് അതിൽ അസോസിയേഷൻ അംഗത്വം എടുക്കുന്നതോട് കൂടിയിട്ട് അവർ ഫാമിലിയായി മാറുകയാണ്. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അസോസിയേഷൻ അംഗത്വം എടുക്കുന്ന മോഡൽസിന് വേണമെങ്കിൽ എന്താക്കാം, വെബ്സൈറ്റിൽ ഓരോ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. ആ പോർട്ട്ഫോളിയോ കണ്ടിട്ട് വേണം ബ്രാൻഡുകൾ വരാൻ. അങ്ങനെ വരുന്ന സമയത്ത് ബ്രാൻഡ്സിനും നല്ല മോഡൽസിനെ കിട്ടാവും, മോഡൽസിന് വർക്കായി, ഫാഷൻ ഇൻഡസ്ട്രി ഒന്നും കൂടെ ഇതാർക്കും കഴിവുള്ള ആൾക്കാർക്ക് ചെയ്യാം. ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ കണ്ട ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഞാനൊരു പരിപാടി നടത്തണം, എൻ്റെ ഫേവറേറ്റിലുള്ള ആൾക്കാരെ ഞാൻ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റം നല്ലോണം നടക്കുന്നുണ്ട് ഈ ഇൻഡസ്ട്രി. അങ്ങനെ നടക്കുന്നവരെ നമ്മൾ അവിടെ കില്ല് ചെയ്യുന്നത് നമ്മളെ പ്രൊഫഷണൽ എത്തിക്സ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യുന്നില്ല. അവിടെ നഷ്ടപ്പെടുന്ന വേറൊരു കാര്യം എന്താ, ആ ഫേവറേറ്റ്സ് നോക്കുമ്പോൾ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഔട്ടല്ല കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ഒരു വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരില്ല. കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊരു എല്ലാത്തിനെ പോലെ തന്നെ ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയില്ലെങ്കിൽ ഇൻഡസ്ട്രി അധികം മുമ്പോട്ട് പോകുന്നില്ല. മുമ്പോട്ട് പോകാത്തതിന് കാരണം പുറത്തുള്ള ആൾക്കാർ വന്ന് ഇവിടെ ഷോ ചെയ്യൽ തുടങ്ങി. എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെജൻസ് ഇവിടെ ഉണ്ടായിട്ട് ഇവരല്ല ഇതുകൊണ്ട് ഷോസ് ചെയ്യുന്നത്, പുറമുള്ള ആൾക്കാർ. ഞാൻ ഒരിക്കലും അവരെ
ഇതാക്കി പറയല്ലട്ടെ, കാരണം നമുക്ക് റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷെ അത് അവർ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല. കാരണം അവരവരെ മാക്സിമം ഇൻപുട്ട് ഇടുന്നുണ്ടെങ്കിലും ബാക്കി വളർന്നു വരാനുള്ള ആൾക്കാരുണ്ടല്ലോ, അതാരാന്നുള്ളത് നമ്മൾ നോക്കണം. കഴിവുള്ള ആൾക്കാരെ വളർത്തണമെങ്കിൽ നല്ലോണം ഒരു കോറിയോഗ്രാഫറോ അല്ലെങ്കിൽ ഒരു ഷോ ഡയറക്ടറൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പം നല്ല കോറിയോഗ്രാഫർ വരുന്നതോട് കൂടിയിട്ട് നല്ല ബ്രാൻഡുകൾ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഇതിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ അസോസിയേഷൻ വരുന്നതോട് കൂടിയിട്ട് എല്ലാത്തിനും ഒരു സെഗ്മെൻ്റായി. കോറിയോഗ്രാഫറാക്കാവും, ഫോട്ടോഗ്രാഫേഴ്സിനാവും, മേക്കപ്പ് ആർട്ടിസ്റ്റിനാവും, മോഡൽസിനാവും, എല്ലാവർക്കും ഒരു എന്തുണ്ടെങ്കിലും ചർച്ച ചെയ്യാനും സംസാരിക്കാനുള്ളൊരു സ്ഥലവും. അങ്ങനെ വരുന്നതോട് കൂടിയിട്ട് ബിസിനസ് വളരും. കാരണം ഒറ്റയ്ക്ക് ഞാൻ ചിന്തിക്കുന്ന മാതിരി ആയിരിക്കില്ല ബാക്കിയുള്ളവർ കൂടെ ചിന്തിക്കുന്ന ഐഡിയകൾ വരിക. ഞാൻ പറയാം, ലാക്മി ഫാഷൻ വീക്ക് പോലത്തെ ഒരു ഇവൻറ്റ്സ് കേരളത്തിൽ നടത്തുകയാണെങ്കിൽ ഒരു സുഖം കൂടി ഇതിലുണ്ട്. ബ്രാൻഡുകൾക്ക് അവരെ ഗാർമെൻറ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റത്തില്ല. ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് ഒരു ഷോ ചെയ്യാൻ ചിലപ്പം 2-3 ലക്ഷം രൂപ ചിലവുണ്ടാവും. നേരെ മറിച്ചിട്ട് ഓർക്ക് അതേ ഗാർമെൻറ്റ് നമ്മളൊരു കേരളത്തിലൊരു ഫാഷൻ വീക്ക് അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 1 ലാഖിനോ അല്ലെങ്കിൽ 2 ലാഖിനോ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. അവർക്ക് പൈസ ലാഭം. പിന്നെ ആ ലാക്മി ഫീഷ് അങ്ങനത്തെ ഒരു ഇവന്റ് നടത്തുകയാണെങ്കിൽ അവിടെ വരുന്ന ഓഡിയൻസ് റീച്ച് കൂടും. അപ്പോൾ വൈഡ് ആയിരിക്കും ഓഡിയൻസ്. മറ്റേ നമ്മൾ ഇൻ ഹൗസിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ലിമിറ്റഡ് ഓഡിയൻസേ വരുള്ളൂ. നേരെ മറിച്ചിട്ട് നമ്മൾ അപ്പുറത്ത് ചെയ്യുമ്പോൾ വൈഡ് ആയിരിക്കും. അത് പല ആൾക്കാരിൽ കൂടെ മാർക്കറ്റ് ആവും. ഇപ്പം ഞാൻ അവിടെ പോകും മാർക്കറ്റ് ആവും, പല ഡിസ്ട്രിക്റ്റിൽ അത് മാർക്കറ്റ് ആവും, അങ്ങനെ ഇത് വിജയിക്കുള്ളൂ. അപ്പം അതിന് നമ്മൾ ഇനിഷ്യേറ്റ് എടുത്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടാകും. ആ സിസ്റ്റം വേണമെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് റെഡിയാവും. ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് ഇപ്പം NM സ്റ്റുഡിയോയ്ക്ക് ഇങ്ങനൊരു ചാനൽ, ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, വോയിസ് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം തുടങ്ങുന്നു. എന്താണ് ഈ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവിന് പുറകിലുള്ള ഇൻറ്റൻഷൻ? ഇത് എന്ന് പറയുന്നത് സത്യമായിട്ടും ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡിങ് ആണ്. അതായത് ഈ ഇൻ്റർവ്യൂവിൽ വരുന്ന ആൾക്കാർക്ക് ഒരു ബ്രാൻഡിങ് കൊടുക്കാൻ പറ്റണം. അത് മാത്രമല്ല, ഓരോ വ്യക്തികളുടെ ലൈഫിലും ഓരോ സ്റ്റോറികളുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് വരാനുണ്ടായ സ്റ്റോറികൾ എന്ന് പറഞ്ഞു പല സ്ഥലത്തു കൂടെ പലതും ചെയ്തിട്ടാണ് ഞാൻ അതിലെത്തുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്ന ചില വാക്കുകൾ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിലുള്ളത് കേൾക്കുന്ന വേറൊരാൾക്ക് ചിലപ്പോൾ അത് എന്തായിരിക്കും ഒരു ബെനിഫിറ്റ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാവില്ല. ഒരു മോഡലായിട്ട് ആരും മോഡലായിട്ടല്ല. മോഡൽ ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു ഗ്ലാമറസ് അല്ല, അതൊരു സ്ട്രഗിളാണ് അല്ലേ. അത് ഓരോരുത്തരെ അതിനായിട്ട് കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടേക്ക് ഒരു മോഡൽ വരിക. അപ്പോൾ അവരെ ബാക്ക് സ്റ്റോറീസുകൾ എനിക്ക് അവർക്ക് പറയാനുള്ളൊരു വേദി. കാരണം നമ്മൾ ആരും അറിയുന്നില്ല. നമ്മൾ ഷോയിൽ വരുന്നൊരു മോഡൽ അങ്ങ് പോയി ആ ഷോയിൽ വരുന്ന ഫോട്ടോസ് വെച്ചിട്ട് മാത്രമേ അവരെ നമ്മൾ അറിയുന്നുള്ളൂ. അടുത്ത നേരെ മറിച്ചിട്ട് അവരെ പോലത്തെ ഒരാൾ ഇവിടെ വന്നിട്ട് അവരെ ഒരു എക്സ്പീരിയൻസ് അവരൊരു സ്ട്രഗിളും ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്കും ചിലപ്പം അത് കാരണം ഒരു ബെനിഫിറ്റ്. അല്ലെങ്കിൽ ബെനിഫിറ്റ് മീൻസ് എന്ന് പറയുന്നത് ഒരു എവിടെയെങ്കിലും ഓക്കെ ഇങ്ങനെ പോകേണ്ടത് അല്ലെങ്കിൽ എവിടെയെങ്കിലും സിസ്റ്റം റെഡിയാക്കാൻ പറ്റും. ഇപ്പം യൂട്യൂബ് നോക്കിയിട്ട് ആൾക്കാർ കോറിയോഗ്രാഫി പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ അത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കും. പക്ഷേ ഈ ജീവിതത്തിൽ ചില സ്ട്രഗ്ലിങ് പോയിന്റിൽ ചിലപ്പോൾ ഇട്ടച്ച് പോകാൻ തോന്നുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം എനിക്ക് ഇനി മുമ്പോട്ടൊന്നും നടക്കൂല. പക്ഷെ അങ്ങനെയുള്ള സ്റ്റേജിൽ ചിലപ്പം വേറൊരാളെ ജീവിത സ്റ്റോറി നമുക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ പറയാൻ മോഡൽസ് മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോട്ടോഗ്രാഫേഴ്സ്, നല്ല ഫോട്ടോഗ്രാഫേഴ്സ്, സ്റ്റൈലിസ്റ്റുകൾ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഞാൻ പറഞ്ഞ മാതിരി ഇത്രയും ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് അവരെ സ്റ്റോറികൾ സംസാരിക്കാം. അപ്പം അത് ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ലതായിരിക്കും. കാരണം അതുകൊണ്ട് അവർക്ക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും. എനിക്ക് അറിയുന്ന നല്ല കേരളത്തിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ പരിചയമുള്ള നല്ല മോഡൽസ് ഉണ്ട്. കാരണം എനിക്ക് ചില സമയത്ത് ഞാൻ അവരെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ തോന്നുന്നു എന്തുകൊണ്ട് അവർക്ക് ഷോ ഇല്ല എന്നൊക്കെ ചിന്തിക്കലുണ്ട്. അപ്പോൾ ബ്രാൻഡുകൾക്കൊക്കെ വിലയെക്കുറിച്ച് എപ്പോഴും അറിയാം, വേണമെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇപ്പോൾ ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലല്ലേ. അപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡിലുള്ള ഒരാൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ കാണാൻ ഒരു മോഡലിനെ പരിചയപ്പെടാൻ ഇപ്പോൾ അവർക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെ ഒരു വർക്ക് കിട്ടിയാലോ, അതൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പം അങ്ങനെ എല്ലാവരും പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഒരുപാട് നേരമായിട്ട് ഇപ്പം കൊറിയോഗ്രാഫേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു കൊറിയോഗ്രാഫർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരുപാട് കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. മുക്കിന് കൊറിയോഗ്രാഫേഴ്സും ഷോസും. ഇപ്പം ആർക്ക് വേണമെങ്കിലും കൊറിയോഗ്രാഫർ ആവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു കൊറിയോഗ്രാഫർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അത് കഴിഞ്ഞിട്ട് നമുക്ക് മോഡൽസിന്റെ ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസുകൾ ചെയ്തിട്ട് കുറേ പുതിയ കോറിയോഗ്രാഫർമാർ അവർ ചിലപ്പോൾ അവരെ എക്സ്പീരിയൻസ് ചിലപ്പോൾ റാമ്പിൽ നടന്ന എക്സ്പീരിയൻസ് ആയിരിക്കും.
അത് മേജർ ആയിക്കില്ല, 1-2 ഷോസിൽ നടന്ന എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഞാൻ അവരൊന്നും കുറ്റപ്പെടുത്താറില്ല കേട്ടോ. ആദ്യം പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള മെൻറ്ററുമാണ്. നല്ലൊരു ആൾക്കാരെ കീഴിൽ പഠിക്കണം. ഞാൻ പറഞ്ഞ പോണ തിയറി ആയിക്കോട്ടെ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, ബേബിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചോദിച്ചാലും ബേബി പറയും. കാരണം അതൊരു ആളെ ക്വാളിറ്റിയാണ്. ജൂഡിന്റെ ചോദിച്ചാലും ജൂഡ് പറയും, അതും ഒരു ക്വാളിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ ആ സ്ഥാനത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ആൾക്കാർ, ഞാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് പാഷനായിട്ട് ഇതിലോട്ട് വന്ന ആൾക്കാർ ഞാൻ കണ്ടില്ല. ഇപ്പോൾ വളർന്നു വരുന്ന കൊറിയോഗ്രാഫർമാരൊക്കെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡ്രസ്സ് ഇട്ട് റാമ്പിൽ നടത്തിച്ചു കഴിഞ്ഞാൽ കൊറിയോഗ്രാഫർമാരും, പിന്നെ അതുപോലെ മോഡൽസിന്റെ കോണ്ടാക്ട്സ് കയ്യിലുണ്ടെങ്കിൽ കൊറിയോഗ്രാഫർ. അതായത് കുറച്ച് ഒരു ഷോ വന്നിക്കണ്, എനിക്ക് കുറച്ച് മോഡൽസിനെ അറിയാം, അപ്പം ഞാൻ വേണം കണക്ട് ചെയ്യാം. അതൊക്കെ പ്രൊഫഷണൽ എത്തിക്സ് അല്ല. ഒരു കൊറിയോഗ്രാഫർ എന്ന് പറയുമ്പം കീപ്പ് ചെയ്യേണ്ട ഒരു മര്യാദയും കീപ്പ് ചെയ്യാത്ത പല ആൾക്കാരും എൻ്റെ മുമ്പ് കൂടെ നടക്കുന്നുണ്ട്. ഞാൻ കൊറിയോഗ്രാഫർ പറഞ്ഞിട്ട് ഓൾക്ക് പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാരുണ്ട്, ഓൾക്ക് മാത്രം ഷോ കൊടുക്കുക. അതിൻ്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടെ, ഇതിൽ പണ്ടത്തെ മാതിരിയല്ല. ഇപ്പം മക്കളെ ഇതിലോട്ട് ഇറക്കി തുടങ്ങിയതാണല്ലോ ഫാമിലീസ്. ഫാമിലീസിന് ആർക്കും അറിയൂല ആരാണ് ശരി ആരാണ് തെറ്റ്. അത് അറിയാത്തത് കൊണ്ട് റോങ് വേയിൽ പോയിരുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ഗ്രോത്തിൻ്റെ ഉപരി ഒരു വ്യക്തിൻ്റെ ലൈഫ് തന്നെ ഇല്ലാണ്ടായി പോവാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഈ കൊറിയോഗ്രാഫ് സെക്ഷനിലുള്ള ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും വരുന്നത്. കാരണം മോഡൽസും ആൾക്കാർക്ക് പറയാൻ പല കാരണങ്ങളുണ്ട് ഈ ഫീൽഡിനെ കുറിച്ച്. അങ്ങനെ ചില ഫാമിലീൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്, ശക്തി പറയുകയാണെങ്കിൽ ഇതിനെ അറിയാത്തതുകൊണ്ട് അവർക്കത് ഞങ്ങളെ മക്കളൊന്നും മോഡലിങ്ങിന് വിടുന്നില്ല, അത് അങ്ങനെയാണെന്ന് പറയുന്ന ആൾക്ക് ഞാൻ കേട്ട ആൾക്കാരുണ്ട്. കാരണം ഞാൻ അറിയുന്ന കുറേ ആൾക്കാരല്ലേ മോഡലിങ്ങിലോട്ട് ഞാൻ എൻ്റെ മക്കളെ വിടുന്നില്ല. കാരണം അതിൻ്റെ റീസൺ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ്. നല്ല ആൾക്കാരും ഉണ്ട്, ചെറുതാവാൻ വരുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഇല്ല. മോഡലാകുന്നതാണോ കൊറിയോഗ്രാഫർ? ആണോ? ഒരു ഷോക്ക് മോഡലായിട്ട് പോയിട്ട് നാളെ ഞാൻ കൊറിയോഗ്രാഫറാണെന്ന് പറയുന്നതിലുപരി ആ വ്യക്തി ഒന്ന് പുറത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കട്ടെ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കേരളത്തിന് പുറത്ത് സ്ഥലങ്ങളുണ്ട്, ബോംബെയിലും ബാംഗ്ലൂരും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പോയി ഇതിനെക്കുറിച്ച് പഠിച്ച് വരുന്ന ക്ലാസ് എടുക്കുമ്പോൾ സിസ്റ്റം തന്നെ മാറും. മറ്റ് ഇപ്പം ഞാൻ സത്യമാണെങ്കിൽ എനിക്ക് ഇത്രയും കോണ്ടാക്ട്സുകളുണ്ട്, നാളെ വേണമെങ്കിൽ ഒരു വടിയൊക്കെ എടുത്ത് വേണം എനിക്ക് ഇറങ്ങാം. പക്ഷെ അതിൻ്റെ എത്തിക്സിന് മോശമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ അപ്പം എനിക്ക് നിൽക്കാത്തത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിലോട്ട് നിൽക്കാത്തത്. അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ എനിക്ക് ബന്ധങ്ങൾ വേണമെങ്കിൽ സത്യം എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ഇതിപ്പം ഒരു ഡോക്ടർ പനിക്ക് പാരസെറ്റമോൾ കൊടുക്കുന്ന കണ്ടിട്ട് ആ ഡോക്ടർ പനിക്ക് പാരസെറ്റമോൾ കൊടുക്കുന്നുണ്ടെന്ന് പിന്നെ ഞാനും ഇനി മുതൽ പനി വരുന്ന ആൾക്കൊക്കെ പാരസെറ്റമോൾ എടുക്കാന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും. ശരിക്കും എക്സാക്ട് അതാണ് സംഭവിച്ചത്. അപ്പം അത് മാറ്റണം. അത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. ഇപ്പം ആൾക്കാർ പ്രതികരിക്കാത്ത, സത്യമായിട്ടും ആൾക്കാർ എന്തുകൊണ്ട് പ്രതികരിക്കാത്തതെന്ന് പറയുന്നത് ഇത് പ്രതികരിച്ച ജോലി നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പറയാൻ ഒരുപാട് ആൾക്കാർക്ക് പല കഥകളുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ നിന്റെ ജോലിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാത്ത ആൾക്കാരാ. ആക്കൊന്ന് മാറണം. അപ്പൊ ഒരു കൊറിയോഗ്രാഫർ ആണെങ്കിൽ നല്ല ട്രെയിനിങ് വേണം. ട്രെയിനിങ് ഇല്ലാത്ത ഒരാളെ കൊറിയോഗ്രാഫറായിട്ട് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്നത് ശരിയല്ല. കാരണം അവർ ഒരുപാട് ആൾക്കാരെ കബളിപ്പിക്കുകയാണ്. അതിന് ട്രസ്റ്റ് ഇല്ല. ആ ഒരു ട്രസ്റ്റ് ഇല്ലായ്മ ബാക്കി എല്ലാത്തിനും ബാധിക്കും. എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ 4 ആൾക്കാരോട് പറയും. ആ 4 ആൾക്കാരത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് 8 ആൾക്കാരോട് പറയും. അങ്ങനെ സൊസൈറ്റി ഒന്നാമതേ കേരളത്തിൽ നമ്മളൊരു ചെറിയ അത്ര വലിയ ഫാഷൻ ലോകമൊന്നല്ല. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ അതായത് അവയർനെസ്സിൻ്റെ ഒരു പോരായ്മ തന്നെ ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പം കൊറിയോഗ്രാഫർമാർക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അണ്ടറിൽ വർക്ക് ചെയ്യട്ടെ. നമ്മൾ ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഡിസിപ്ലിൻ കുറച്ച് ഒരു ലീഡർ ആവണം. അതായത് എല്ലാവരെയും പരിഗണിക്കണം. എനിക്ക് കഴിവുണ്ടാ നിങ്ങളെ ഞാൻ പരിഗണിക്കണം. ഉണ്ടായിട്ടും പരിഗണിക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയൊരു ഫീൽഡ് അല്ലത്. ഓരൊക്കെ വേറെ പരിപാടിക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് അത് ശരി, ഞാൻ അവരോട് ഡയറക്റ്റ് ഞാൻ വേറെ ആരോടല്ല പറഞ്ഞു, ഞാൻ അവരെ വിളിച്ചെന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് നഷ്ടപ്പെടുന്നു. ഞാൻ ആ നഷ്ടപ്പെടുന്ന ആൾക്കാരെയും കാണുന്നുണ്ട്. അവർക്ക് പോലും അറിയില്ല ഞാൻ എന്തിനാണ്. പക്ഷെ എന്താ, ഒരു കൊറിയോഗ്രാഫർ ആണെന്ന് വളർന്നു വരുന്ന ഒരു യുവ കൊറിയോഗ്രാഫർ ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. അപ്പൊ ആ വ്യക്തിനോട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യരുത്. അതിന് ചെയ്ത് കഴിയുന്ന സമയത്ത് വേറൊരാളെ ജീവിതം നഷ്ടപ്പെടുത്തുന്നത്. അതിനാള് പരിഗണിക്കട്ടെ, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തിട്ട് നല്ലൊരു സ്ഥലത്ത് പ്ലേസ്. അതല്ലെങ്കിൽ ആ വ്യക്തി പറയട്ടെ നിങ്ങളെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, നിങ്ങളത് ചെയ്യും,
അതല്ലാണ്ട് അവിടെയും ഇവിടെയും മോശം പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ല. അത് ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടത് തീർക്കും. അതാണ് ഇതിൻ്റെ നമ്മളൊരു വിഷയമാണത്. ഇപ്പം മോഡലിങ്ങിൽ ഇപ്പം കണ്ടുവരുന്ന കുറേ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പം മുന്നത്തെ പോലെയല്ല. ഇപ്പം ഒരു 2-3 ഇയേഴ്സ് ബാക്കുള്ളത് പോലെയും അല്ല ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ മാറി വരികയാണ്. ഈ കൊറിയോഗ്രാഫേഴ്സിൻ്റെ ക്വാളിറ്റി പോലെ തന്നെ മോഡൽസിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി, ആ ഒരു കാലിബർ വേണമല്ലോ ഒരു പ്രൊഫഷണൽ മോഡലായിട്ട് പോകാൻ വേണ്ടിയിട്ട്. മനു ഇപ്പം 14 ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ഫീൽഡിലുള്ളതാണ്. അപ്പോൾ അന്ധകാലം മുതൽ ഇന്ന് വരെയുള്ള ഇപ്പോൾ ഒരുപാട് മോഡൽസ് വന്നു, ഇൻഡസ്ട്രിയിലേക്ക് കയറി വന്നു, പോയി, അങ്ങനെ ഒരുപാട് മോഡൽസായിട്ട് വർക്ക് ചെയ്ത ഒരു പരിചയമുണ്ട്, റൈറ്റ്? അങ്ങനെ ആ ഒരു ഇതിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് മോഡലിങ്ങിൽ വന്ന ചേഞ്ചസ്, ഇപ്പോഴത്തെ ഇപ്പോൾ ഈ മോഡലിംഗ് ഫീൽഡിൽ മോഡൽസിനുണ്ടായ ലൈക്ക് എന്താ ഈ ഒരു മാറ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്? അങ്ങനെ ഒരുപാട് മോഡൽസിന് കുറേ ഈ 14 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കൂടുതലും മോഡൽസിനെ തെറ്റിദ്ധരിക്കപ്പെടരുതല്ലോ. നാളെ ഇവൻ ഏത് മോഡൽ എത്ര 14 കൊല്ലമായിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നൊക്കെ നാളെ പറയുന്നത്. മോഡലായിട്ടല്ല ഞാൻ പറഞ്ഞത്, ബന്ധങ്ങൾ വെക്കും. ഞാനത് ക്ലാരിഫൈ ചെയ്തതാണ്. ഞാൻ പണ്ട് ഉണ്ടായിരുന്ന മോഡൽസിനും ഇപ്പോഴത്തെ മോഡൽസും തമ്മിലൊരു ഡിഫറെൻറ്റ് ജസ്റ്റ് അതല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ആ രീതിയിൽ പറയുകയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ വന്ന സമയത്തുള്ളൊരു ബെഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറയില്ലേ, അതിലുള്ള ഫീമെയിൽ മോഡൽസ് ഉള്ള ആൾക്കാരെ ഒരു 10 ആൾക്കാരെ ടോപ്പ് 10 ആൾക്കാരെ എണ്ണാൻ പറഞ്ഞാൽ എനിക്ക് എണ്ണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇപ്പം എനിക്ക് ഒരു മോഡലായിട്ട് റാമ്പിൽ ഇറങ്ങിയിട്ട് ഇപ്പോഴും അന്നും ഇന്നും ഞാൻ കണ്ടതിൽ കീപ്പ് ചെയ്യുന്നവരാണ് ജൂൺ നല്ലൊരു മോഡലാണ്. അവരാരും ഇപ്പം ഇൻഡസ്ട്രിയിൽ ഇല്ല, ആക്ച്വലി അവരില്ല. ഇപ്പം നേരെ മറിച്ച് ഇപ്പോഴത്തെ ഒരു ബെഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരാണ്. പക്ഷെ മോഡൽസിനെ കൊണ്ട് ഒരു മോഡൽ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും ഒന്നെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്ന് കേട്ട് പഠിക്കുക. അതല്ലെങ്കിൽ ഇപ്പം എല്ലാ മാസവും വർക്ക്ഷോപ്പ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എനിക്കൊന്ന് കേരളത്തിൽ നടക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരും വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, അതിൻ്റെത് വേറൊരു കഥയാണ്, നമ്മൾ സംസാരിക്കേണ്ട സംസാരിച്ച വിഷയം. പക്ഷേ അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പഠിക്കണം. ഒരു മോഡൽ ഒരു മോഡൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോഴത്തെ മോഡൽസിൽ ഞാൻ കണ്ട പലതും എന്ന് പറയുന്നത് പണ്ടത്തേനും ഇപ്പോഴത്തേനുള്ള മാറ്റങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതായത് ഒട്ടും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അവർ. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല മാത്രമല്ല, അത് ബാധിക്കുന്നുണ്ട് നല്ലോണം അതിൻ്റെ ഔട്ട്. പണ്ട് പ്രൊഫഷണലായിട്ട് തോന്നിയ പല വർക്കുകളും ഇപ്പോൾ കറൻ്റ്ലി ചെയ്യുന്ന സമയത്ത് അത് അൺപ്രൊഫഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് അവിടെ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട്. കാരണം ഒരു കോറിയോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം നല്ല മോഡൽ ഉണ്ടാകുന്ന സമയത്താണ് ആ ഷോ നല്ലോണം ഹിറ്റാക്കാൻ പറ്റുക. ബേബി 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് കോറിയോഗ്രാഫി പറഞ്ഞു കൊടുക്കും. അതൊക്കെയാണ് ബ്രില്യൻസ്. ആ ബ്രില്യൻസ് 3 മിനിറ്റ് കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്ന മോഡൽസ് അതിലും ബ്രില്യൻ്റ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളെ ഞാൻ. 3 മിനിറ്റ് കൊണ്ട് ഒരു കോറിയോഗ്രാഫി പഠിപ്പിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരാൾ ഞാൻ കണ്ടതാ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ജൂഡും പെട്ടെന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാർ. പക്ഷേ ഇപ്പോൾ വരുന്ന കുട്ടികൾ കൺഫ്യൂഷൻ ആവുകയാണ്. ഓക്കെ, അതെന്താണ്? പക്ഷെ അത് പലരും പല സ്റ്റേജിൻ്റെ ബാക്കിൽ പോലും ടെൻഷൻ അടിച്ച് നടക്കും. തെറ്റിപ്പോകുന്ന പല ആൾക്കാരുണ്ട്. ആ തെറ്റിപ്പോകുന്നത് കാരണം ഇതിൻ്റെ ഔട്ടിന് പ്രശ്നം പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് നല്ല ഔട്ടല്ല പുറത്ത് വരുന്നത്. അതൊക്കെ പുറത്തുനിന്ന് കാണുന്ന ഒരു ബ്രാൻഡ് ചോദിക്കും, ഇതാണോ മോഡൽ, ഇങ്ങനെയാണോ മോഡൽസ് റാമ്പിൽ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അതെവിടെ ഒരു ഗൈഡൻസിൻ്റെ കുറവുണ്ട്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ, സിസ്റ്റങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്തി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മോഡൽസിൻ്റെ പ്രൊഫൈൽ നല്ലോണം ഹൈപ്പ് ചെയ്യും. ഒരു മോഡൽസ് ബ്രാൻഡ് ആകുന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും ഗ്രോത്തും ഉണ്ട്. മെയിൽ മോഡൽസിൻ്റെ കാര്യമാണ്. ഇപ്പം മോഡൽസിനെ പറയുമ്പോൾ 2 സെക്ഷൻ പറയുന്നത്. അപ്പോൾ മെയിൽ മോഡൽസ് കേരളത്തിലെ നല്ലൊരു മെയിൽ മോഡലാണ് സൽമാൻ, അദീബ്, റക്കി. ഞാൻ കണ്ടതൊട്ടേക്ക് പറയുന്നുള്ളൂ. ഞാൻ ഇതിന് മുമ്പത്തെ ആൾക്കാരെ ഞാൻ പറയാത്ത കാരണം കൂടുതൽ വർക്ക് എടുത്ത് പരിചയമുള്ള ഇവരൊക്കെ ഒരു പ്രൊഫഷണലി വർക്കിന് വന്നു കഴിഞ്ഞാൽ അവരെ കാര്യങ്ങൾ ഇരിക്കുന്നു, അവർക്ക് തരുന്ന കോസ്റ്റ്യൂം അവർ വെയർ ചെയ്യുന്നു, ആ ഷോ കഴിയുന്നു, അവർ തിരിച്ചു പോയിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി പുതിയ കുറച്ച് ആൾക്കാർ ഫീൽഡിലോട്ട് വന്ന് ഞാൻ കാണുന്നുണ്ട്. കാരണം അവർ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവേണം വർക്ക്ഷോപ്പിന് വന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ മെയിൻ ഷോയിലോട്ട് റാമ്പിൽ കയറുന്നുണ്ട്. അതായത് പല മെയിൽ മോഡൽസിനെയും കാണുന്നില്ല, പുതിയ മെയിൽ മോഡൽസിനെ കാണുന്നില്ല. അവരവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തെന്നുള്ളത്
അവരവിടെ നിന്ന് വേറെ രീതിയിലാണ് ഇതിനെ കാക്കുക. അത് കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പുതിയ ആൾക്കാർ വരുന്നത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർക്ക് കറക്റ്റ് ഗൈഡൻസ് കൊടുക്കാൻ പറ്റണം. പഴയ ആൾക്കാർക്ക് വർക്കും കൊടുക്കാൻ പറ്റണം. ഇപ്പം നിലവിൽ ഇൻഡസ്ട്രീൻ്റെ ഒരു മോഡൽസിൻ്റെ ഭാഗത്തുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിഷയം വരാൻ കാരണം പഴയ ആൾക്കാർ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം അവർക്കും വർക്ക് കൊടുക്കുക, പുതിയ ആൾക്കാർക്കും വർക്ക് കൊടുക്കുക. ഇതിനൊക്കെ ഒരു മാച്ചപ്പിൽ കൊണ്ടുപോകാൻ പറ്റണം. ഇപ്പം പുറത്തൊരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മോഡൽസിന് ഒരു മോഡലിംഗ് ഒരു മെയിൻ കരിയറായിട്ട് ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതായത് ഇപ്പം പുറത്തിപ്പം നമ്മൾ കാണുന്ന മോഡൽസിനൊക്കെ അവര് മോഡൽസ് ആണ്, അവര് ഫുൾ ടൈം മോഡൽസ് ആണ്. ഇവിടെ ഇപ്പോൾ ഫുൾ ടൈം മോഡൽസ് ആണെന്ന് പറഞ്ഞാലും ആ മോഡലിംഗ് കൊണ്ട് മാത്രം എവിടെയും ഒരു എന്താ പറയണ്ടേ ജീവിതം സത്യം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോ അവർക്കതൊരു എപ്പോഴും സെക്കൻഡ് കരിയർ മാത്രമാണ് എന്താ പറയണ്ടേ മോഡലിംഗ് എന്ന് പറയുന്നത് അല്ലേ? അതെ, അതാണ്. അത് ശരിക്കും ഒരു മെയിൻ നല്ലൊരു പോയിന്റ്സ് ആണ് അപ്പോൾ അത്. കാരണം നമ്മളിതൊക്കെ പറഞ്ഞെങ്കിലും പറയാത്ത കുറേ കാര്യങ്ങൾ. ഇതിനൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കുറേ സംസാരിച്ച കുറേ കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ എല്ലാ ഷോക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോറിയോഗ്രാഫേഴ്സ് ആണല്ലോ അപ്പം ബ്രാൻഡ്സുകളുമായിട്ട് ഇടയിലുള്ള കണക്ഷൻസ്. അപ്പോൾ ബ്രാൻഡ്സുകൾക്ക് പ്രൊഫൈൽ വെച്ച് കൊടുക്കുന്നത് കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുറത്തുള്ള മോഡൽസ്, ബാംഗ്ലൂർ മോഡൽസ് ആകുന്ന പറഞ്ഞാൽ ബാംഗ്ലൂർ പോയിട്ട് വരിക എന്നുള്ള പഠിച്ചത്. കാരണം അവിടെ നിന്ന് വരുന്ന പല മോഡൽസ് മലയാളികളാണ്. ആ ഒരു സിസ്റ്റത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സത്യമായിട്ടും നിങ്ങളെടുത്തു, ഞാൻ കള്ളത്തരം പറയുന്നില്ല. ഇവിടെയുള്ള പല കാര്യങ്ങളും അങ്ങനെ നടക്കുന്നത്. ബാംഗ്ലൂർ മോഡൽസിന് പ്രത്യേക സ്വീകരണം, പരിഗണന. ഞാൻ നമ്മളെ മോഡൽസ് പറഞ്ഞിട്ടുണ്ട്, കാലിക്കറ്റ് ഒരു ഷോ നടക്കുന്ന സമയത്ത് ബാംഗ്ലൂർ മോഡൽസിന് സെപ്പറേറ്റ് നല്ല റൂംസ് കാര്യങ്ങൾ. നിങ്ങൾ വന്ന് ചെയ്താൽ മതി. കാരണം അവിടെ മോഡൽസിന് പ്രോപ്പർ റെസ്പെക്റ്റ് കൊടുക്കാത്തത് കൊണ്ട് മോഡൽസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവരൊക്കെ വേറെ പ്രൊഫഷനിലുള്ള ആൾക്കാരായിരുന്നു, ആരും മോഡലായിട്ടല്ലല്ലോ വരുന്നത്. ഇപ്പോഴത്തെ മക്കളാണ് ശരിക്കും 5 വയസ്സിലും 10 വയസ്സിലും ഗ്രൂമിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ഇയർ ബാക്കുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് ഈ പ്രൊഫഷനിലോട്ട് വരുന്നത്. കാരണം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ സ്വന്തം കാലിൽ നിന്ന് തുടങ്ങുമ്പോൾ പിന്നെ മോഡലാവണം. അവർ ചിലപ്പം നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അവരെ പാഷനായിരിക്കും മോഡലിംഗ്. 3-4 നല്ല ഷോസുകൾ കിട്ടും അവർക്ക്. അപ്പൊ തന്നെ അവരെ പ്രൊഫഷൻ കട്ട് ചെയ്തിട്ട് പാഷൻ, കാരണം ഇതിന്റെ ഇടയിൽ ഒക്കെ വരും. അതിട്ട് വിടുകയും ചെയ്ത് ഇതിലിട്ട് നിൽക്കുകയും ചെയ്തു. പിന്നെ ഇതിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ അവരുടെ ലൈഫ് ഡൗൺ ആയി പോയി ഞാൻ കണ്ടു. അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ ഫേവറേറ്റ്സും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. അത് പ്രൊഫഷൻ ആക്കാൻ ഇവർക്ക് സാധിക്കാത്തതിന്റെ റീസൺ ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പ്രൊഫഷനായിട്ട് കണ്ടിറങ്ങുന്ന വ്യക്തികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ട് ആയിപ്പോയത് ഇതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഈ സിസ്റ്റമൊക്കെ ഒന്ന് റെഡിയാക്കി ഫേവറേറ്റ്സും കുറച്ച് ബാംഗ്ലൂർ മോഡൽസ്, കേരള മോഡൽസ് എന്നല്ല, നമ്മൾ കേരളത്തിൽ നമ്മളെ കൂടെയുള്ള ആൾക്കാരെ വളർത്താൻ ശ്രമിക്കുക. അങ്ങനെ ആകുന്നതിന് പുറമുള്ള ആൾക്കാർ ഇവിടെ നിന്ന് വർക്ക് എടുക്കുന്നതിന് ഞാൻ കുറ്റം പറയാലോ കേട്ടോ. നമുക്ക് വർക്കില്ലാണ്ട് പുറമെന്ന് ഒരാൾക്കാർ വന്ന് വർക്ക് എടുക്കുന്നേരം അത് കാണുന്നേരം പുറത്ത് ഞാൻ പോയിട്ട് നിങ്ങളെന്താ ഞാൻ മോഡലാ അപ്പോൾ ആ ഷോയിൽ ഇങ്ങനല്ലല്ലോ ബാക്കി ഇത് ചോദിക്കല്ലേ. ഞാൻ പറയാം, ലുലുവിൻ്റെ ഷോൻ്റെ കഥ പറഞ്ഞില്ല ഞാൻ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പോയിട്ട് പറയാം ഞാനൊരു മോഡലാണെന്ന് പറയുമ്പോൾ കേരളത്തിനൊരു സാധാരണക്കാരൻ ചിന്തിക്കാം, കേരളത്തിലൊരു മോഡൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ വാക്ക് ചെയ്യണ്ടേ? ഇല്ല, പിന്നെ ഇവന് മോഡലല്ല. അപ്പോൾ ഇവൻ്റെ കരിയർ അതേപോലെ പറയുന്ന പ്രൊഫഷൻ തന്നെ ഒരു സ്റ്റാൻഡേർഡിൽ ട്രസ്റ്റ് ഇല്ലാണ്ടാകുകയാണ് ജനങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി നമ്മളെ ആൾക്കാർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതൊരു പ്രൊഫഷനായിട്ട് ഇതിലോട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്കും ജീവിക്കുക. കാരണം ഒരു മോഡൽ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഇതിലൂടെ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സിസ്റ്റങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇനിയെങ്കിലും കൊണ്ടുവരാം. ഇപ്പോൾ 2025 ഞാൻ പറയല്ലോ, എപ്പോഴും ഞാൻ പറഞ്ഞ മാതിരി പേഴ്സണൽ ബെനിഫിറ്റ്സ് ആയിട്ട് മാത്രം കാണേണ്ട ഒരു മേഖല അല്ലത്. ഇപ്പം ഞാൻ എനിക്ക് 1-2 വേറെയും ബിസിനസ്സുകളുണ്ട്. ചിലപ്പോൾ ഇതില്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നുണ്ട്, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇതിപ്പോൾ നഷ്ടപ്പെട്ടാലും വേറെ ഒന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം. പക്ഷേ അങ്ങനെ ആയിക്കൂല ഒരു മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. മോഡലിന് പിന്നെ ഒരുപാട് ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് അതെ ഞാൻ പറഞ്ഞ ഒരു മോഡൽ മാത്രമല്ല, സ്റ്റൈലിസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ വീണ്ടും അതങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം അവർ ചിലപ്പോൾ ഞാനിത് കണ്ടറിവ് മാത്രമായിരിക്കും കൂടുതലുണ്ടാവുക. ഞാൻ ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്തെടുത്ത ആൾക്കാരെ ഇപ്പം ഞാൻ കണ്ടിട്ടാണിത് പറയുന്നെങ്കിലും ഇത് ഫേസ് ചെയ്ത ആൾക്കാർക്ക് എത്രത്തോളം പറയാനുണ്ടാവും. കാരണം അത് അവർക്ക് പറയാനൊരു വേദിയില്ല. കാരണം അത് ഒരാളെ അറിയുന്ന സമയത്ത് ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ടെന്നും ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് ആത്മാർത്ഥത്തിൽ പറയാനുള്ളത് വെച്ചാൽ ഇതിനൊക്കെ ഒരു സിസ്റ്റം ഇനി കൊണ്ടുവരണം. എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടും അവരവരുടെ പ്രൊഫഷൻ തിരഞ്ഞെടുത്തിട്ടാണ് ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. അത് ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക.
അങ്ങനെ നമ്മൾക്കും അതിൻ്റെ ഒരു പാർട്ടായി എല്ലാവരുടെ കൂടെയും കൂടി എല്ലാവർക്കും നല്ല വർക്ക് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷങ്ങളുണ്ടാവും. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ശരിക്കും എല്ലാ മേഖലയിൽ നിന്ന് ഫാഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നോക്കുന്നേരം ശരിക്കും കാസർഗോഡൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് നമ്മൾ പറയുന്നത് ഫാഷൻ ട്രെൻഡ് ഇറങ്ങുന്ന സ്ഥലം എന്നാണ് പറയുക. അതുപോലെ ഒക്കെ ഉണ്ടെങ്കിലും എവിടോ ഒരു സാധനത്തിൽ നമ്മൾ ലോക്കഡാണ്. ഇപ്പോഴും കോളേജ് ഷോസുകളൊക്കെയാണ് ആൾക്കാരെ മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത്. അതൊന്നൊക്കെ മാറി നല്ല ഫാഷൻ ഷോസുകൾ ക്രിയേറ്റ് ചെയ്യുക, നല്ല മോഡൽസിനെ വാർത്തെടുക്കുക, മോഡൽസിന് കണ്ടിന്യൂസ് വർക്ക് കൊടുക്കുക. അതോട് കൂടിയിട്ട് ബ്രാൻഡുകൾക്ക് നല്ല കണക്ഷൻ വരും, ബ്രാൻഡുകൾ മാർക്കറ്റിൽ ഇറങ്ങും, സ്പോൺസേഴ്സ് ഇറങ്ങും, എല്ലാം വളരും. അത് നമ്മൾ ഒന്ന് തീരുമാനങ്ങളെടുത്ത് നമ്മൾ നല്ലതായി നമ്മളെ ഫീൽഡിനെ നമ്മൾ നല്ലതുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവരോട് തീരുന്ന വിഷയങ്ങൾ എവിടെ ഉള്ളു. അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. സ്വന്തം ചാനലാണ്, എന്നാലും ഈ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് റോ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി ഈ ചാനൽ നല്ല വിജയകരമായി മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ആരെ കുറ്റപ്പെടുത്തിയതോ വ്യക്തിപരമായിട്ട് അവരെ പറഞ്ഞതോ അവർക്ക് അവർ മോശം അല്ല, എല്ലാവരും നല്ല സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ കഥയിലെ കഥാപാത്രങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്ന ഇത് ഒരിക്കലും എന്നെ മാത്രമാണെന്നുള്ള ചിന്താഗതി ഒന്നും വേണ്ട. ഞാൻ ഒരു വ്യക്തി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഇവിടുത്തെ പോരായ്മകൾ തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവസാനം വന്നൊരു വഴിയാണ് സ്വന്തമായിട്ടൊന്ന് തുടങ്ങുക, ഇതിൻ്റെ കൂടെ പറയാ. ഇതല്ലാണ്ട് ഓപ്ഷൻ ഇല്ല, അങ്ങനെ വന്നതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ലൈഫ് സ്റ്റോറികൾ ഇവിടെ സംസാരിക്കുക, ജനങ്ങൾ അറിയട്ടെ, എല്ലാവരും നല്ല രീതിയിൽ വളരട്ടെ. ഇത്രയേ ഉള്ളൂ. അത് എന്നെ സന്തോഷപ്പെടുത്തുന്ന കാര്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്.